നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 20 കൊല്ലം റിയാദിലെ ജയിലിലായിരുന്നു. മാത്രമല്ല ഫറൂഖിലെ ഉമ്മയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ആ വാർത്ത ഇന്ന് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ 34 കോടി രൂപ ദയാധനം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. തൂക്കുമരത്തിൽ നിന്ന് കഷ്ടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു. ലോകമെമ്പാടുമുള്ള പ്രവാസികളും മലയാളികളും ഒക്കെ അണിചേർന്ന് സഹായിച്ചിട്ടാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ മോചിപ്പിച്ചെടുക്കുന്നത്. നമുക്ക് മലയാളികൾ ചില്ലറ ദിവസങ്ങൾ കൊണ്ട് ഈ 40-40 കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയാവുന്ന വിവരം. അപ്പോൾ ജലീൽ കണ്ണമംഗലം ഈ റിലീസിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. എപ്പോഴാണ് റഹീമിൻ്റെ മോചനം ഉണ്ടാകുക? ജലീൽ, ഗുഡ് മോർണിംഗ്. പറയൂ ജലീൽ. കൂടെ അതുപോലെ ഫറൂഖിലെ വീട്ടിൽ ഉമ്മ അവിടെയുണ്ട്. ഫറൂഖിൽ നിന്ന് ദിൽഷ തിലകൻ കൂടി ചേരും. ആദ്യം സൗദി അറേബ്യയിലേക്ക് ജലീൽ കണ്ണമംഗലം. പറയൂ ജലീൽ. ഗുഡ് മോർണിംഗ് എസ്കൈൻ. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ ശിക്ഷാ കാലാവധി ഇന്ന് പൂർത്തിയാകുകയാണ്. ഈ പൊതു അവകാശ കേസിൽ അദ്ദേഹത്തിന് 20 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചിരുന്നത്. ഈ കാലാവധിയാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ഇതിനുശേഷം മോചനത്തിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായതായാണ് നിയമസഹായ സമിതി അറിയിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ്, എമർജൻസി പാസ്പോർട്ട് ഇന്ത്യൻ എംബസി, റിയാദിലെ ഇന്ത്യൻ എംബസി നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നു, മറ്റുള്ള നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയായി ഫൈനൽ എക്സിറ്റ് ലഭിക്കുന്നതോടെ ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എപ്പോൾ പുറത്തിറങ്ങും എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ജയിലിൽ നിന്ന് അദ്ദേഹം നേരിട്ട് വിമാനത്താവളത്തിലേക്ക് പോകുക എന്നതാണ് സൗദിയിൽ സാധാരണ നടന്നു വരുന്ന ഒരു രീതി. താമസിയാതെ അത് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്കറിയാം, സ്വകാര്യ അവകാശ കേസിൽ ഈ വധശിക്ഷയാണ് അബ്ദുറഹീമിന്റെ കോടതി ചുമത്തിയിരുന്നത്. ഇത് റദ്ദായതോടെയാണ് ഈ പൊതു അവകാശ കേസിലെ 20 വർഷത്തെ തടവ് ശിക്ഷ മാത്രം അനുഭവിക്കേണ്ടി വന്നത്. ഈ വധശിക്ഷ റദ്ദാനുള്ള കാരണം 15 മില്യൺ റിയാൽ, അതായത് 34 കോടിയോളം രൂപ മലയാളികൾ ഒറ്റക്കെട്ടായി സ്വരൂപിച്ചു നൽകിയതോടെയാണ് ഈ വധശിക്ഷ റദ്ദായത്. അതായത് ഈ സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയത്. 47 കോടിയോളം രൂപയാണ് മലയാളികൾ സ്വരൂപിച്ചത്. ഇതിൽ 34 കോടിയോളം രൂപ ഈ സൗദി കുടുംബത്തിന് കോടതി വഴി കൈമാറുകയും ചെയ്തു. ഇതോടെ വധശിക്ഷ റദ്ദായി. ഇനി ഈ 20 വർഷത്തെ ശിക്ഷാ കാലാവധി മാത്രമാണ്, പൊതു അവകാശ കേസിലെ ശിക്ഷാ കാലാവധി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ഇനി മോചനമാണ്. കുടുംബവും മലയാളികളും എല്ലാം ഈ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സൗദിയിൽ അബ്ദുറഹീം എത്തിയത് 2006-ലാണ്. 2006-ൽ സൗദിയിൽ എത്തി ഏതാണ്ട് 1 മാസത്തോളം ആയപ്പോഴേക്കും ഈ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു. അതായത് 2006 ഡിസംബർ 24-ലാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത്. ആ സമയം സൗദിയിലെത്തി ഏതാണ്ട് 1 മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ ഭാഷ, അതോടൊപ്പം തന്നെ ഇതുപോലെ ഈ സൗദിയിലെ കൃത്യമായ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ഒക്കെ ഇതിനൊരു പ്രശ്നമായിരുന്നു ഇദ്ദേഹത്തിന്. അബ്ദുറഹീമിന് ഹൗസ് ഡ്രൈവറായിട്ടായിരുന്നു ഒരു സൗദി ഈ വീട്ടിൽ ഹൗസ് ഡ്രൈവറായിട്ടായിരുന്നു അബ്ദുറഹീം ജോലി ചെയ്തിരുന്നത്. ഒരു ഭിന്നശേഷിക്കാരനായ രോഗിയായ സൗദി ബാലനെ നോക്കുക, പരിചരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ജോലി. ഈ ഈ സൗദി ബാലനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ശിക്ഷ, അതായത് കുറ്റകൃത്യം മറച്ചു വെക്കാൻ അബ്ദുറഹീം പരമാവധി ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കുറ്റം. അതോടുകൂടിയാണ് അബ്ദുറഹീമിന് സൗദി നിയമപ്രകാരം സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷ വിധിക്കുന്നത്. അതിന് ഈ 20 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിക്കുന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. മുൻ വർഷങ്ങളിൽ, അതായത് മുമ്പ് ഇത്രയും കാലം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചത് കൂടി കൂട്ടി 20 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നായിരുന്നു കോടതി പറഞ്ഞ ഒരു പ്രതീക്ഷ. ഇനി കൂടുതൽ വൈകിയാൽ ഇപ്പൊ സൗദിയിൽ ഹജ്ജാണ്, പെരുന്നാളാണ്. ഈ അവധി കൂടി പെരുന്നാൾ അവധിയാണ്. അതുകൂടി കഴിയുന്ന ഒരു രീതി ഉണ്ടായി കഴിഞ്ഞാൽ താമസം കുറച്ചുകൂടി. താങ്ക് യു ജലീൽ കണ്ണമംഗലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.